ഏകദേശം 25% കൂടി. അവിടെ ടി.ആർ. രമേശ്, ഗുജറാത്തിന്റെ വികസനത്തെ കുറിച്ച് മോദി തന്നെ എല്ലാ വേദികളിലും വാചാലനാകാറുണ്ട്. എല്ലാ ബി.ജെ.പി. നേതാക്കളും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആ വികസനം പറഞ്ഞു വേണ്ടേ ബി.ജെ.പി. വോട്ട് പിടിക്കാൻ. അല്ലാതെ നരേന്ദ്രമോദി ചായക്കടക്കാരന്റെ മകനാണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തി പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ടോ ബി.ജെ.പിക്ക്? ഇത്തരത്തിൽ വികസനം സാധിച്ച ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ നേട്ടം പറഞ്ഞു വേണ്ടേ വോട്ട് പിടിക്കാൻ? അല്ലാണ്ട് അവസാന ഘട്ടം എത്തുമ്പോൾ ഇത്തരത്തിൽ ചായക്കടക്കാരന്റെ മകനാണ് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട ആവശ്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, ചോദ്യത്തിൽ തന്നെ തെറ്റുണ്ട്. ശ്രീ മണിശങ്കർ അയ്യരാണ് ചായക്കടക്കാരന്റെ മകനാണ് ശ്രീ നരേന്ദ്രമോദി എന്നും, അതുകൊണ്ട് ഇനി ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ AICCയുടെ മുറ്റത്ത് വന്ന് ചായ വിൽക്കാമെന്നും പറഞ്ഞത് ബി.ജെ.പിക്കാരല്ല. ഈ സംഭവം ആദ്യമായി മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന്റെ നേതാവായ മണിശങ്കർ അയ്യരാണ്. രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചത് ഇവിടുത്തെ കോൺഗ്രസുകാരാണ്, അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിക്കാരല്ല. ഇങ്ങനെ ആക്ഷേപങ്ങൾ, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അതിന് വ്യക്തമായ മറുപടി നൽകുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ കടമ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 1 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചു. എന്താണ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്, ഇന്ത്യയിലെ കറപ്ഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്, ഇന്ത്യയുടെ എക്കണോമിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതിലെ വെറും 1 മണിക്കൂറിലെ ഒരു വാചകത്തിൽ ഒരു സെന്റൻസ് മാത്രം മുന്നിട്ട് ഇന്ന് ഈ ചർച്ച നടത്തുന്നതിൽ തന്നെ സാങ്കത്യം നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട. ഇപ്പോൾ നജീബ് എന്ന പ്രേക്ഷകനുണ്ട്. നജീബ്, പറഞ്ഞോളൂ. ഹലോ, ഈ ടി.ആർ. രമേശ് പറയുന്നത് ഇതൊരു വിഷയമല്ല എന്നാണ്. ടൈംസ് നൗവിൽ ഇന്ന് പ്രധാന ഡിബേറ്റ് ഇതേ വിഷയമായിരുന്നു. ഇതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഒന്ന്. രണ്ടാമത്തേത്, ഹലോ, രണ്ടാമത്തേത്, ഹലോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, രണ്ടാമത്തെ കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവന വളരെ വ്യക്തമാണ്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ എന്റെ പിതാവിന്റെ പേര് വലിച്ചെടുത്തത് മോദിയുടെ രാഷ്ട്രീയം നീചമായ രാഷ്ട്രീയം എന്നാ പറഞ്ഞു. അതിനകത്ത് ഈ ജാതിയുടെ മതത്തിന്റെ ഒന്നും പ്രശ്നം പറഞ്ഞില്ല. UPയും അതുപോലുള്ള സ്റ്റേറ്റുകളിൽ ജാതി പ്രശ്നങ്ങൾ വളരെയേറെയുള്ള സ്റ്റേറ്റുകളിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അവിടുത്തെ ജാതി സ്പിരിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മോദി പ്രിയങ്കയുടെ ഈ പ്രസ്താവനയെ ഡൈവേർട്ട് ചെയ്തത്. പിന്നെ രമേശ് പറഞ്ഞു ഗുജറാത്തിലെ ഭൂമി എടുക്കുന്ന കാര്യമാണ്. 10,000 ഏക്കർ ഭൂമി കർഷകരെ ആട്ടി ഓടിച്ചിട്ട് അവിടെ എടുത്തിട്ട് ഏക്കറിന് 1 രൂപ വെച്ച് അബാനിക്ക് കൊടുത്തതാണ് ഏറ്റവും വലിയ. വളരെയധികം നന്ദി നജീബ് ഈ അവസരത്തിൽ പ്രതികരണം അറിയിച്ചതിന്. രാഷ്ട്രീയ നിരീക്ഷകൻ ഷാജഹാൻ മാടമ്പാട്ട ചേരുന്നു. ശ്രീ ഷാജഹാൻ മാടമ്പാട്ട, ഇവിടെ ബി.ജെ.പിയുടെ പ്രതിനിധിയായ രമേശ് ടി.ആർ. പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളെ അല്ലെങ്കിൽ പരാമർശങ്ങളെ പ്രതിരോധിക്കുക മാത്രമാണ് അദ്ദേഹം ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള ജാതീയ പരാമർശങ്ങൾ. വികസനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെ എതിർക്കുന്നവർ പറയുന്ന വാക്കുകൾക്ക് ഒരു പ്രതിരോധം തീർക്കുക, അതുമാത്രമാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? അത്തരത്തിലുള്ള ഒരു പ്രതിരോധം മാത്രമാണോ നരേന്ദ്രമോദിയുടെ ഇത്തരം വാക്കുകൾ? അദ്ദേഹം പറഞ്ഞ എനിക്ക് ഈ ചർച്ച മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, കാരണം എന്തോ കണക്ഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ ഒരു അബദ്ധവും ഒരു കള്ളവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, നീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരെ വിളിക്കാൻ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നീച്ച് എന്ന് പറഞ്ഞ വാക്ക് താഴെ, നീച്ച് എന്നൊക്കെ പറയുന്നത് താഴെ എന്നുള്ള അർത്ഥത്തിലാണ്. തരം താണ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് ജാതിയിൽ തരം താണതാണ് എന്നത് മോദിയുടെ വ്യാഖ്യാനമായിരുന്നു എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഗുജറാത്ത് വികസനത്തിനെ കുറിച്ച് അമർത്യ സെൻ അടക്കം ഈ രാജ്യത്ത് പലരും എഴുതുകയും കൃത്യമായി വിവരിക്കുകയും ചെയ്തൊരു കാര്യമാണ്. മനുഷ്യ വിഭവ ഇൻഡെക്സിന്റെ കാര്യത്തിൽ, മനുഷ്യ വികസന ഇൻഡെക്സിന്റെ കാര്യത്തിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാളും എത്രയോ പിന്നിലാണ് ഗുജറാത്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഏറ്റവും സങ്കുചിതവും വർഗീയവുമായ നിലപാടുകൾ സ്വീകരിക്കുകയും അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. ഏതാനും മാസങ്ങൾക്കോ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് മുതലാണ് അദ്ദേഹം തൽക്കാലം കടുത്ത വർഗീയത മാറ്റിവെച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനസമ്മതി നേടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശാലമായ ഐക്യങ്ങൾ വേണ്ടിവരുമെന്ന് മനസ്സിലാക്കി വികസനത്തിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ ഒരു ഫാസിസ്റ്റ് ടേക്ക് ഓവർ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യായീകരണങ്ങളാണ് നമ്മളിപ്പോ ഈ കേൾക്കുന്നതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്.
ശ്രീ ഷാജഹാൻ മാടമ്പാട്ട്, ഒരുപക്ഷെ നിർണായകമായ മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഇതുപോലെ ജാതീയ സമവാക്യങ്ങൾ ഏറെ നിർണായകവുമാണ്. ഇതിനോടകം തന്നെ നരേന്ദ്രമോദിയുടെ ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളും ഈ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ വോട്ട് ഈ രീതിയിൽ സമാഹരിക്കുക ലക്ഷ്യമിട്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? അത്തരം വിലയിരുത്തലുകളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അല്ല, ഇതിനിപ്പോ മുമ്പ് നമ്മൾ കണ്ട ഗിരിരാജ് സിംഗിന്റെ പ്രസ്താവന നമ്മൾ കേൾക്കുകയുണ്ടായി. അതിനുശേഷം പ്രവീൺ തൊഗാഡിയയുടെ പ്രസ്താവന നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ നിലക്ക് സംഘപരിവാർ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ പല വിഭാഗങ്ങളെ പല രൂപത്തിൽ ആകർഷിക്കാൻ വേണ്ടി ചിലയിടത്ത് കടുത്ത വർഗീയതയും ചിലയിടത്ത് വികസനവും മറ്റു ചിലയിടത്ത് സമാധാനവും ഈ നിലക്ക് മനുഷ്യനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ് സംഘപരിവാറിന്റെ തുടക്കം മുതൽക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഇത് 95 മുതൽക്ക് തുടങ്ങിയ ഒരു മിത്ത് ഉൽപാദനത്തിന്റെ ഒരു ചരിത്രം തന്നെയുണ്ട്. കാരണം 90ന്റെ പകുതികളിൽ നമ്മൾ കേട്ടിരുന്നത് അടൽ ബിഹാരി വാജ്പേയി വളരെ മിതവാദിയായ നേതാവാണ്, അതേ സമയത്ത് LK അഡ്വാനി കടുത്ത സങ്കുചിതവാദിയും വർഗീയവാദിയും ഒക്കെയാണെന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി അഡ്വാനി എല്ലാ നിലക്കുള്ള മിതവാദത്തിന്റെയും സാക്ഷാത്കാരമാണ്, മോദിയാണ് വർഗീയവാദി എന്നുള്ളത്. ഇപ്പൊ അടുത്ത കാലം മുതൽ നമ്മൾ കേൾക്കുന്നത് മോദി വികസനത്തിന്റെ ആളാണ്, മോദി മോഡറേറ്റ് ആണ്. അതേസമയത്ത് പ്രവീൺ തൊഗാഡിയ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഗിരിരാജ് സിംഗ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതിന്റെ അരികുകളിൽ നിന്നുകൊണ്ട് വർഗീയമായിട്ടുള്ള സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ മോദിക്ക് അതിനോടൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ളത്. നമ്മൾക്ക് ഈ 2002 കലാപം നടന്നതിന് ശേഷം മോദി നടത്തിയ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അം പാഞ്ച് അമാരെ പച്ചീസ് എന്നൊക്കെയുള്ള നിലക്കുള്ള അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള വർഗീയ വിഷം നിറഞ്ഞ പ്രസ്താവനകൾ നടത്തുകയും വർഗീയതയുടെ ബലത്തിൽ മാത്രം ഗുജറാത്തിൽ ഇന്നും ജനസമ്മതി നിലനിർത്തുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ രാജൻ ജോസഫ്, ഒരുപക്ഷെ വളരെ മുമ്പ് തന്നെ നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് അദ്ദേഹം മതേതരത്വത്തിന് എതിരാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ. അന്ന് അതിനെ പ്രതിരോധിച്ചത് അദ്ദേഹം വികസനത്തിന്റെ കാര്യം പറഞ്ഞും ഗുജറാത്ത് മോഡൽ വികസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇടതുപക്ഷം അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണോ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഒരു സുദിനത്തിൽ അവതരിച്ച ഒരാളല്ല. നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അയാളെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെയും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇന്ത്യയിലെ മുൻനിര മാധ്യമങ്ങളുടെയും ഒരു കപട നിർമ്മിതിയാണ്. അവരൊരു ഫേക്ക് വസന്തകാലമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ത്യയിലാകെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മോഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മോഡി VS അച്യുതാനന്ദനെ പോലെയോ അല്ലെങ്കിൽ VS സുധീരനെ പോലെയോ അതല്ലെങ്കിൽ VP സിംഗിനെ പോലെയോ ഏറ്റവും പുതിയതായി ഈ തലമുറയിലെ കെജ്രിവാളിനെ പോലെയോ ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വന്ന് ഒരു ഹീറോ ഇമേജ് കിട്ടിയ ഒരാളല്ല. ഗുജറാത്ത് കലാപത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. സത്യത്തിൽ ഒരു നെഗറ്റീവ് ഇമേജിലൂടെയാണ് അദ്ദേഹം താരമായി മാറുന്നത്. ചാൾസ് ശോഭരാജിനെ പോലെ അദ്ദേഹം ഒരു നെഗറ്റീവ് ഇമേജിലൂടെയാണ് ഒരു ഹീറോ ആയി മാറുന്നത്. യഥാർത്ഥത്തിൽ വില്ലന്റെ പരിവേഷം കിട്ടേണ്ടിയിരുന്ന ഒരാൾക്ക് ഹീറോയുടെ പരിവേഷം ചാർത്തി കൊടുത്തു എന്നത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥയിലെ ചില പോരായ്മകൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇദ്ദേഹം ചെയ്യുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഹിന്ദുത്വത്തിന്റെ അജണ്ടകൾ പുറത്തെടുക്കുന്നു എന്നതിനപ്പുറം സവർണ വംശീയതയുടെ ചില അടയാളങ്ങളും ബിംബങ്ങളും അദ്ദേഹം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ശ്രീ രമേശ് ടി ആർ, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞു നരേന്ദ്രമോദി വികസനത്തെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുകയെന്ന്. കഴിഞ്ഞ ദിവസം ഫാസിയാബാദിൽ നടന്ന നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ശ്രീരാമന്റെ ചിത്രമുള്ള വേദിയിൽ രാമക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ശ്രീരാമരാജ്യം സ്ഥാപിക്കുമെന്ന തരത്തിൽ നരേന്ദ്രമോദി സംസാരിക്കുന്നു. ഇതൊന്നും ഒരു പ്രതിരോധമായിട്ടല്ല, ഒരു പ്രഖ്യാപനമായിട്ടാണ് ആളുകളും മാധ്യമങ്ങളും ഒക്കെ വിലയിരുത്തിയത്. താങ്കളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഇതിന് മുൻപ് പറഞ്ഞ ഒരാളുടെ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കേണ്ടത്. അദ്ദേഹം അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. അത് ഗുജറാത്തിൽ 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, അതും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി 4 തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം പറയുന്നു വർഗീയവാദി എന്ന്. അദ്ദേഹം തന്നെ പറയുന്നു ഗുജറാത്തിലെ ജനങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് കേരളത്തിൽ ജയിച്ചു വന്നൊരു മുഖ്യമന്ത്രി നാളെ വർഗീയവാദിയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പറയാൻ പറ്റുക? വേറൊരു കാര്യം, ആസാമിൽ ഇത്ര നാൾ നടന്ന കലാപങ്ങളുണ്ട്. ആസാമിലെ മുഖ്യമന്ത്രിയെ പറ്റി ഈ ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല. മറിച്ച് UP-യിൽ നമുക്കറിയാം മുസാഫർ നഗർ പോലെയുള്ള കലാപങ്ങളിൽ ഏർപ്പെട്ട്
പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ മരിക്കുകയാണ് ഭക്ഷണം കിട്ടാതെ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ തയ്യാറല്ല. മറ്റൊരു കാര്യം, എസ് പിയുടെ ഒരു ലീഡർ പറയുന്നു, ഇനി ഞങ്ങൾ വോട്ട് ചെയ്തില്ല എങ്കിൽ അവരുടെ ആ കമ്മ്യൂണിറ്റിയുടെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷക്കാരന്റെയോ വലതുപക്ഷക്കാരന്റെയോ ചോര തിളയ്ക്കുന്നില്ല. മറിച്ച് താങ്കൾ പറഞ്ഞ അയോധ്യയിലെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു കാര്യം പറയാം, ശ്രീരാമരാജ്യം വരണം എന്നുള്ളത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ, ഇന്ത്യയുടെ ഏവരും ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നാണ് രാമരാജ്യമാണ് എന്റെ സ്വപ്നമെന്ന്. ആ രാമരാജ്യമാണ് ഇദ്ദേഹത്തിന്റെയും സ്വപ്നം, നരേന്ദ്രമോദിയുടെയും സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്ത്? അവസാനമായി ശ്രീ ഷാജഹാൻ മാടമ്പാട്ട, നരേന്ദ്രമോദി ഇപ്പോൾ ഉയർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാകുന്ന ജാതി രാഷ്ട്രീയം പ്രതിരോധിക്കാൻ ഇപ്പോൾ ശക്തരാണോ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഈ ഗുജറാത്തിൽ 4 പ്രാവശ്യം നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മുടെ സുഹൃത്ത് പറയുകയുണ്ടായി. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത് വമ്പിച്ച ഭൂരിപക്ഷം നേടി തെരഞ്ഞെടുപ്പിലൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ അധികാരം തേടി വരുന്നവർ യാതൊരു നിലക്കുള്ള വിമർശനങ്ങൾ നേരിടരുത് എന്ന് പറയുന്നത് കൃത്യമായ തികഞ്ഞ രാഷ്ട്രീയ അജ്ഞതയാണ്. പിന്നെ ഈ നരേന്ദ്രമോദിയെ കുറിച്ചും നരേന്ദ്രമോദി തരംഗത്തെ കുറിച്ചും ഒക്കെ ഇപ്പൊ നമ്മളെ മാധ്യമങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കാരണം കോർപ്പറേറ്റ് നിയന്ത്രിത മാധ്യമങ്ങൾ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം മാത്രമാണ് അത്. യഥാർത്ഥത്തിൽ നമ്മൾ മെയ് 16 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണ് ഒന്നുമാണ് സംഭവിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ആ തിരിച്ചറിവ് കുറെയൊക്കെ BJP നേതൃത്വത്തിന് കിട്ടിത്തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ അങ്കലാപ്പൊക്കെ. വ്യക്തമാണ്. സമയപരിമിതിയുണ്ട്. ശ്രീ ഷാജഹാൻ മാടമ്പാട്ട്, വളരെയധികം നന്ദി. രമേശ് TR, ഷാജഹാൻ മാടമ്പാട്ട്, രാജൻ ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.